നമസ്കാരം. നമസ്തേ. തേജസിന്റെ ഏകദേശം 30ഓളം വിമാനങ്ങൾ ഈ പറഞ്ഞ പോലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് തയ്യാറാക്കി എന്നുള്ളതും, അതിൽ തന്നെ 20 എണ്ണം പൂർണ്ണമായും തയ്യാറായി എന്നുള്ളതും, ഇനി അതിൽ എഞ്ചിൻ മാത്രം ഘടിപ്പിച്ചാൽ മതി, ബാക്കിയെല്ലാം കൊണ്ടും ഇത് തയ്യാറായി നിൽക്കുകയാണെന്നുള്ളതെല്ലാം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട എഞ്ചിൻ മാത്രം ഇനി കിട്ടിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ വേണ്ടത്ര എമൗണ്ട് എഞ്ചിൻ കിട്ടിയിട്ടില്ല എന്ന് വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇത് എന്താണ് ഇപ്പം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം? ഈ കഴിഞ്ഞ ദിവസം HALന്റെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള DK സുനില് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ച യുദ്ധവിമാനമായ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് 1A, ആ തേജസ് 1A ഇവിടെ പ്രൊഡക്ഷൻ ലൈൻ വളരെ സജീവമായിട്ട് മുന്നേറുകയാണെന്നും ആവശ്യത്തിന് എഞ്ചിനുകൾ കിട്ടിയാൽ കാലതാമസം കൂടാതെ അത് വിമാനവുമായിട്ട് സംയോജിപ്പിച്ച് ഈ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതായത് 2027-28 വർഷം തൊട്ട് ഒരു വർഷം 30 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ HALന്റെ 2 യൂണിറ്റുകൾ, അതായത് ബാംഗ്ലൂരിലും നാസിക്കിലുമുള്ള 2 യൂണിറ്റുകൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 32ഓളം തേജസ് MK1A വിമാനങ്ങൾ നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലോ അല്ലെങ്കിൽ പൂർത്തിയായ ഘട്ടത്തിലോ ആണ്. അന്തിമഘട്ട 32 വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 സ്ക്വാഡ്രന് 17, സാധാരണഗതിയിൽ 17 വിമാനങ്ങളാണ് ഒരു സ്ക്വാഡ്രൻ. അപ്പൊ 34 വിമാനങ്ങൾ 2 സ്ക്വാഡ്രനാവും. അപ്പൊ ഏതാണ്ട് 2 സ്ക്വാഡ്രനോളം വിമാനങ്ങൾ നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് എന്നാണ് DK സുനിൽ പറയുന്നത്. അത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില മാധ്യമങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 32ാമത്തെ വിമാനത്തിന്റെ ഫാബ്രിക്കേഷൻ, അതിന്റെ ഹള്ളി, അത്തരം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഫോട്ടോ കാണിച്ചു. അതുപോലെ തന്നെ മറ്റൊരു 28ാമത്തെ വിമാനത്തിന്റെ കാര്യവും അദ്ദേഹം കാണിച്ചു. 20 വിമാനങ്ങൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആയിട്ടുള്ള, അതായത് നിർമ്മാതാവായ HAL ഫ്ലൈറ്റ് ടെസ്റ്റ് വരെ നടത്തി ആ 20 വിമാനങ്ങൾ നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്. ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയെന്ന് പറയാം. ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തും, എഞ്ചിൻ ഇല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇപ്പം HALന്റെ കണക്ക് പ്രകാരം തന്നെ ഇതുവരെ 7 എഞ്ചിൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ 7 എഞ്ചിനുകളും ഇപ്പോ ഈ എയർഫ്രെയിമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ 20 എണ്ണത്തിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയുണ്ട്. ഈ യുദ്ധവിമാനമായ MK1A തേജസ് LCA തേജസ് MK1Aയിൽ ഉപയോഗിക്കുന്നത് F404 എഞ്ചിൻ IN-20 എന്ന, അതായത് F404ന്റെ ഒരു ആധുനിക വകഭേദമാണ് IN-20. ഇന്ത്യക്കായിട്ട് നിർമ്മിച്ചതാണ്, ഇന്ത്യക്കായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയതാണ്. അതിന്റെ ത്രസ്റ്റ് ഒക്കെ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ IN-20യുടെ. പക്ഷെ നമ്മുടെ കൈവശം നമ്മൾ ഈ തേജസ് 1 എന്ന് പറയുന്ന ഒരു വിമാനങ്ങൾ മാർക്ക് 1 ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് യുദ്ധത്തിന് ഉപയോഗിക്കുന്നില്ല. അതാണ് തേജസ് മാർക്ക് 1 ആണ് പലപ്പോഴും വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്ക് വിടുന്നതും ദുബായിൽ താഴ്ന്നു വീണതും രാജസ്ഥാനിൽ താഴ്ന്നു പോയതും ഒക്കെ തേജസ് 1A ആണ്. 1A അല്ല, മാർക്ക് 1 ആണ്. ഈ 1A എന്ന് പറയുന്നതാണ് യുദ്ധവിമാനം. അപ്പോൾ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കേണ്ടത് F404 IN-20 ആണ്. പക്ഷേ അതിന്റെ സർട്ടിഫിക്കേഷനും പരീക്ഷണ പറക്കലിനും അതിലെ മറ്റു സംവിധാനങ്ങൾ ശരിയാണോ എന്ന് അറിയാനുമായിട്ട് ഈ പഴയ എഞ്ചിനുകൾ കയ്യിലിരിപ്പുണ്ട്. അതായത് വെറും F404 എഞ്ചിൻ, ആ F404 എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ഇത് ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത്. അപ്പോ പുതിയ എഞ്ചിൻ വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടത്. എങ്കിലും വിമാനത്തിന്റെ മറ്റു സംവിധാനം, വിമാനത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഏവിയോണിക്സ് എന്ന് പറയുന്ന വിമാനത്തിന്റെ ഇലക്ട്രോണിക്സ്, അല്ലെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റം, ലാൻഡിംഗ് ഗിയർ, കോക്പിറ്റിലുള്ള എക്യുപ്മെന്റ്, വിമാനത്തിന്റെ റഡാർ സംവിധാനം, അങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ അടങ്ങുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഒരു വിമാനം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒറിജിനൽ അതിന്റെ 84 kN ത്രസ്റ്റ് തരേണ്ട F404 IN-20 ഇല്ലെങ്കിലും ബാക്കി സംവിധാനങ്ങളും വിമാനം എയർവർത്തിനെസ്, അത് പറക്കാനുള്ള ശേഷിയുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ആയിട്ടുള്ള
ഈ HAL-ന് അവർക്ക് ടെസ്റ്റ് നടത്താൻ പറ്റും. അത് ഇനീഷ്യൽ ഇവാലുവേഷൻ അവർക്ക് നടത്താം. അതിന് പറയുന്നത് OEM അക്സെപ്റ്റൻസ് ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നാണ്. അതുപോലെ സിസ്റ്റം വാലിഡേഷൻ. ഈ രണ്ട് കാര്യങ്ങളും പഴയ എഞ്ചിനുകൾ ഉപയോഗിച്ച് അവർ നടത്തിക്കഴിഞ്ഞു. അങ്ങനെ 20 വിമാനങ്ങൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറായ HAL-ന്റെ അക്സെപ്റ്റൻസ് ഫ്ലൈറ്റ് ടെസ്റ്റ് വരെ പൂർത്തിയാക്കി അത് പിന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്, ഹാങ്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി പുതിയ എഞ്ചിൻ വരുന്ന മുറയ്ക്ക് ഇപ്പൊ 7 എഞ്ചിൻ കൈവശമുണ്ട്. ആ 7 എഞ്ചിൻ ഇപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എഞ്ചിനുകളും വരുന്ന മുറയ്ക്ക് അത് വേഗത്തിൽ തന്നെ അതിന്റെ ഇന്റിഗ്രേഷൻ പൂർത്തിയാകുകയും അതിന്റെ പുതിയ ടെസ്റ്റുകൾ നടത്തുകയും അങ്ങനെ വളരെ വേഗത്തിൽ ഈ വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറാൻ പറ്റും എന്നുള്ള സൂചനയാണ് DK സുനിൽ നടത്തിയത്. അപ്പോ നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം അത്തരം വിമാനങ്ങളുടെ ഫോട്ടോകളൊക്കെ സഹിതമാണ് മാധ്യമങ്ങൾക്ക് നൽകിയത്. HAL-നെ സംബന്ധിച്ചിടത്തോളം HAL ഇതൊക്കെ കൊണ്ട് വ്യക്തമാക്കുന്നത് വിമാനം നിർമ്മിക്കാനുള്ള ശേഷി HAL പൂർണ്ണമായിട്ട് കൈവരിച്ചിരിക്കുന്നു. അതായത് ഒരു ഡെഡ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഒരു വർഷം 30 വിമാനം നിർമ്മിക്കാനുള്ള ശേഷിയിലേക്ക് HAL അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 32 വിമാനങ്ങൾ, 20 വിമാനങ്ങൾ പൂർണ്ണമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. 12 വിമാനങ്ങൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലിരിക്കുന്നു. 2 പ്രൊഡക്ഷൻ ലൈൻ, ഒന്ന് ബാംഗ്ലൂരും മറ്റൊന്ന് നാസിക്കിലും ഫുൾ സ്വിംഗിൽ പ്രവർത്തിക്കാൻ ശേഷി നേടിക്കഴിഞ്ഞു. അപ്പൊ ഒരുപാട് കാര്യം, അതായത് വിമാന നിർമ്മാണത്തിന്റെ വിവിധ കാര്യങ്ങളിൽ, വിവിധ മേഖലകളിൽ HAL പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾക്ക് ഈ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, എഞ്ചിൻ കിട്ടാനുള്ള കാലതാമസം. ആ കാലതാമസം പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ 7 എഞ്ചിൻ കൊടുത്തു കഴിഞ്ഞു. ഈ പല വാർത്തകളും വരുന്നത് വരുന്ന മാസങ്ങളിൽ 10-12 എഞ്ചിനുകൾ അവര് HAL-ന് കൈമാറുമെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സ്ക്വാഡ്രൺ 17-18 വിമാനങ്ങൾ അടങ്ങുന്ന ആദ്യത്തെ സ്ക്വാഡ്രൺ ഈ വർഷം തന്നെ വ്യോമസേനയ്ക്ക് കൈമാറാൻ പറ്റും. ബാക്കി വിമാനങ്ങൾ, രണ്ടാമത്തെ സ്ക്വാഡ്രന്റെ വിമാനങ്ങളും നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതും എഞ്ചിൻ കിട്ടുന്ന മുറയ്ക്ക് അത് നമുക്ക് കൈമാറാൻ പറ്റും. അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളുടെ വേഗത അത് വർദ്ധിപ്പിക്കും. വിമാനം നിർമ്മിച്ച അതിന്റെ ടെസ്റ്റിങ്ങും ഒക്കെ തന്നെ ആദ്യമേ പൂർത്തിയാക്കിയത് കാരണം അതായത് ഞാൻ പറഞ്ഞത് ഫ്ലൈറ്റ് ടെസ്റ്റ് ഒഴിച്ചുള്ള മറ്റ് ടെസ്റ്റുകൾ, ഏവിയോണിക്സ് ആവട്ടെ, ലാൻഡിംഗ് ഗിയർ ആവട്ടെ, അതുപോലെ കോക്പിറ്റ് എക്യുപ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ, അതല്ലെങ്കിൽ റഡാർ സംവിധാനമാകട്ടെ, ഇതൊക്കെ തന്നെ പൂർണ്ണതയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എഞ്ചിന്റെ ഇന്റഗ്രേഷനും അതിനെ തുടർന്നുള്ള ടെസ്റ്റുകളും പിന്നെ സർട്ടിഫിക്കേഷൻ എന്ന ഒരു പ്രോസസ് ഉണ്ട്. ഇന്ത്യയുടെ റെഗുലേറ്ററി അതോറിറ്റീസ് ആണ് അത് ചെയ്യുന്നത്. അവർ സർട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് വ്യോമസേന വിമാനം സ്വീകരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കാൻ പറ്റും. കാരണം എഞ്ചിൻ കിട്ടിയില്ല എന്ന് കരുതി വിമാനത്തിന്റെ നിർമ്മാണത്തിൽ ഒട്ടും കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ് HAL സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലതാമസം ഉണ്ടായി എങ്കിലും ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയ വിമാനങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കും. അത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കാവേരി 2.0 എന്ന കാവേരി എഞ്ചിന്റെ നിർമ്മാണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നിപ്പോ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നിട്ടുണ്ട്, കേരളകൗമുദിയിലൊക്കെ പേജ് 1 വാർത്തയാണ്. അപ്പോ ആ കാവേരി 2.0യുടെ നിർമ്മാണവും ഫ്ലൈറ്റ് ടെസ്റ്റും അപ്പോഴേക്കും പൂർത്തിയായി കഴിഞ്ഞാൽ 2030 ഈ തേജസ് 1A വിമാനങ്ങളിലും നമ്മൾ ഇനി നിർമ്മിക്കാൻ പോകുന്ന തേജസ് 2, ആ തേജസ് 2 വിമാനം ആദ്യം തന്നെ പറക്കാൻ പോകുന്നത് കാവേരി എഞ്ചിൻ ഘടിപ്പിച്ചിട്ടായിരിക്കും. അതായത് നിശബ്ദമായിട്ട് ഒരു ഭാഗത്ത് നമ്മുടെ വിമാന നിർമ്മാണം പുരോഗമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മുടങ്ങിപ്പോയ അല്ലെങ്കിൽ ആദ്യം പരാജയപ്പെട്ടു പോയ കാവേരി എഞ്ചിന്റെ നിർമ്മാണം മറ്റൊരു ഭാഗത്തിൽ മുന്നേറുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കാലതാമസം വന്നെങ്കിലും ഇന്ത്യ ഈ മേഖലയിലും ഇന്ത്യയുടെ വ്യക്തിമുദ്ര, ഇന്ത്യയുടെ ഒരു തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ശേഷി നമ്മൾ കൈവരിച്ചു കഴിയും. അപ്പോഴേക്കും മിസൈലുകളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്വയം പര്യാപ്തമാണ്. ആധുനിക യുദ്ധ മേഖലയിലുള്ള പലതിലും നമ്മൾ മറ്റു പലരോടും ഒപ്പം തന്നെയാണ്. അതായത് വൻശക്തികളോട്, അമേരിക്കയോടും റഷ്യയോടും ഒപ്പമാണ്. ഇപ്പൊ ഹൈപ്പർസോണിക് ആയുധങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ഈ കടലിലൂടെയുള്ള അൺമാൻഡ് സർഫസ് വെസൽ ആവട്ടെ, ഇതിലെല്ലാം തന്നെ ഇന്ത്യ
റഷ്യയോടും ചൈനയോടും അമേരിക്കയോടും ഒപ്പമോ ഒരു പടി മുന്നിലോ ആണ്. അപ്പോ അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് മറ്റൊരു മേഖലയാണ്, അതായത് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. ലേസർ ആണെങ്കിലും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വെപ്പൺസ്, അങ്ങനെയുള്ള ഒരുപാട് ഡയറക്റ്റഡ് എനർജി വെപ്പൺസിന്റെ കാര്യം വരുമ്പോഴും നമ്മൾ വളരെ മുന്നിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പുതിയ ഒരു മുന്നേറ്റം നമ്മുടെ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ ദൃശ്യമായി തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ തേജസ് വിമാനം കൂടി നമ്മൾ നിർമ്മിച്ച് അതുകൂടി ഓപ്പറേഷനിലാകുമ്പോഴേക്കും നിശ്ചയമായിട്ടും നമ്മുടെ രാജ്യം ഒരു ഒന്നാം നിര ശക്തിയായിട്ട്, ലോകത്തിലെ ഒരു വൻ ശക്തി, ഈ മിലിറ്ററി മേഖലയിൽ ലോകത്തിലെ വൻ ശക്തിയായിട്ട് നമ്മൾ മാറുമെന്നതിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകളുടെയും വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് പ്രേക്ഷകരെ കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.